അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون. ثم إنكم يوم القيامة تبعثون. صدق الله العلي العظيم. ഏറെ ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ റബ്ബേ. ഈ ഒരു ഖുർആൻ പഠനത്തിന് സൗകര്യമൊരുക്കാൻ വേണ്ടി പല രൂപത്തിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായും വൈജ്ഞാനികമായും ശാരീരികമായും സാങ്കേതികമായും ഒക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും അധ്വാന പരിശ്രമങ്ങളെ വലിയ പ്രതിഫലം നൽകി നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറ അൽ മുഅ്മിനൂൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു. അതിലെ ആദ്യത്തെ 7 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ മക്കയിൽ അവതരിച്ച ഈ ഒരു അധ്യായം സത്യവിശ്വാസികൾ വിജയം വരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും വിശ്വാസി സമൂഹം എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ വളരെ ദുർബലരായ, വളരെ പീഡിതരായ, സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സന്ദർഭമാണത്.
സമൂഹത്തിൽ നമ്മൾ വിജയം വരിച്ചവർ എന്ന് സാധാരണഗതിയിൽ വിലയിരുത്തുന്ന ആളുകളൊക്കെ മറുഭാഗത്താണ്. സാമ്പത്തികമായി ഉന്നതിയുള്ള വലിയ തറവാട്ടുകാരായ വലിയ പദവികളൊക്കെ അലങ്കരിക്കുന്ന ആളുകളൊക്കെ ശത്രുപക്ഷത്താണ് ഉള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയം വരിച്ചു കഴിഞ്ഞു എന്നാണ്. എങ്ങനെയാണ് ആ വിജയത്തിൻ്റെ അടിസ്ഥാനം? ചില ഗുണങ്ങളാണ്. സത്യവിശ്വാസികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ സത്യവിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസമായിട്ട് അങ്ങനെ മനസ്സിൽ കഴിയുകയില്ല, അത് അവരുടെ സ്വഭാവങ്ങളിൽ പ്രതിഫലിക്കും, അവരുടെ കർമ്മങ്ങളിൽ അത് പ്രകടമാവും. അതെങ്ങനെ പ്രകടമാവുന്നു എന്നാണ് തുടർന്നുള്ള ആയത്തുകൾ പറഞ്ഞത്. അതിലൊന്ന് പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികളുടെ വിജയത്തിൻ്റെ കാരണം ഒന്ന്, തങ്ങളുടെ നമസ്കാരങ്ങളിൽ അവർ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. രണ്ടാമത് അവരെ സംബന്ധിച്ച് പറഞ്ഞത് അനിൽ ലഗ്വി മുഅരിളൂൻ എന്നാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇവർ വ്യാപൃതരാവുകയും തിരിഞ്ഞുകളയും. ഒരു തരത്തിൽപ്പെട്ട വ്യർത്ഥമായ, നിരർത്ഥകമായ, പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ അവർ മുഴുകുകയില്ല, അവർ മാറിക്കളയും. ലിസ്സകാത്തി ഫാഇലൂൻ, പടച്ചറബ് നിശ്ചയിച്ച എല്ലാ വിധത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾക്കും അവർ സന്നദ്ധരാണ്. അത് സമ്പത്തിലാവട്ടെ, മറ്റേതൊക്കെ എല്ലാ സംസ്കരണ പ്രവർത്തനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, നിരതരായ ആളുകളാണ് ഈ വിശ്വാസികൾ. അതിൽ സമ്പത്തുണ്ട്, അല്ലാത്തതും ഉണ്ടാവാം. പിന്നീട് പറഞ്ഞത് ലി ഫുറൂജിഹിം ഹാഫിലൂൻ, തങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്, തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ. പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ലൈംഗിക ആഗ്രഹങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ വിശ്വാസികൾ. ഇനിയും അവരുടെ ഗുണങ്ങൾ, 1-2 ഗുണങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതാണ് നമുക്ക് അടുത്ത ആയത്തുകളിൽ പഠിക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഇവർ വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ, ഈ വിശ്വാസികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, അവരുടെ ഒരു സ്വഭാവം, അവർ ലി അമാനാതിഹിം, അവരുടെ അമാനത്തുകളോട്, വ അഹ്ദിഹിം, അവരുടെ അഹദിനോടും. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പറയാം. അഹദ് എന്ന് പറഞ്ഞാൽ കരാറ്, വാഗ്ദാനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവർ തങ്ങളുടെ കരാറുകളും വാഗ്ദാനങ്ങളും തങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുമെല്ലാം തന്നെ റാഊൻ എന്ന് പറഞ്ഞാൽ അത് പാലിക്കുന്നവരാണ്, പരിപാലിക്കുക, ഒബ്സേർവിങ്, അത് കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കുന്നവരാണ്. എന്താ പറഞ്ഞത്? വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ഗുണവിശേഷങ്ങളാണ്. നേരത്തെ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്, മനസ്സിലുണ്ടാവും. ഇവിടെ വീണ്ടും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, അമാനാത്തുകൾ. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്തമാണ്. അത് ആരായിരിക്കാം ഏൽപ്പിക്കുന്നത്? ഒരുപക്ഷെ ഈ വിശ്വാസി അത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാവാം. അള്ളാഹു ഏൽപ്പിച്ച കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ കഴിവുകളുണ്ടല്ലോ, പലതരത്തിൽപ്പെട്ട കഴിവുകൾ, നമ്മുടെ സ്കില്ല്, നമ്മുടെ യോഗ്യതകളുണ്ട്, നമ്മുടെ വിജ്ഞാനമുണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ പടച്ചറബ് നമുക്ക് തന്നൊരു അമാനത്താണ്, നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ വ്യക്തികൾ തന്നെ, സമൂഹം ഒരാളെ ഒരു പ്രത്യേകമായ പദവി ഏൽപ്പിക്കും. നമ്മൾ ചില ആളുകളൊക്കെ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അമാനത്താണത്, ജനങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു അമാനത്താണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചില അമാനത്ത്, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയും, അമാനത്താ. അത് പലതും ഉണ്ടാവും. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അള്ളാഹു അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സമൂഹം
വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. അത് പാലിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ. ചില ആളുകൾക്ക് ഒരു ഇതും ഉണ്ടാവില്ല. അമാനത്ത് പാലിക്കുന്നതിൽ യാതൊരു തരത്തിൽപ്പെട്ട ശ്രദ്ധയും കാണിക്കാത്ത ആളുകൾ, ഒരു പ്രശ്നവുമില്ലാതെ പെരുമാറുന്ന ആളുകൾ. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പാലിക്കുന്നവരാണവർ. ഇത് പടച്ചറബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? മുസ്ലിമിനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. അതെന്താ? ഖൈർ ഉമ്മത്താണ്, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. വല്ലാത്ത അമാനത്താ അത്. നിങ്ങൾ അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, പടച്ചറബ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. തൻഹൗന അനിൽ മുൻകർ, വൃത്തികേടുകൾ, അധർമ്മം നിങ്ങൾ വിലക്കണം, തടയണം. പക്ഷേ ഈ അമാനത്ത് എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടെ തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ അത്രയും തന്നെ അമാനത്താണ്. പടച്ചറബ് ഏൽപ്പിച്ച, വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. അത് സത്യവിശ്വാസികൾ വളരെ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടു നടക്കുന്നവരാ, വീഴ്ച വരുത്തൂല. പദവികൾ അലങ്കരിക്കുന്ന ആളുകളുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ചില കമ്മിറ്റികളുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഒരു ടീം ഏൽപ്പിക്കുകയാണ്, ഈ ഒരു ടീം അവരെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ പള്ളിയുടെ പ്രസിഡൻറ്റ് നിങ്ങളാണ്. ഏറ്റെടുത്തിട്ട് വലിയ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനല്ല അത്, മറിച്ച് എന്താണ്? അതൊരു ഉത്തരവാദിത്തമാണ്, എന്നിൽ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനുണ്ട് എന്നുള്ള ബോധമുണ്ടാവുക വിശ്വാസികൾക്ക് അങ്ങനെ ഉണ്ടാവും. ലി അമാനാത്തിഹിം വ അഹദിഹിം റാഉൻ. അതുപോലെ അഹദ്, അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്, വാഗ്ദാനമാണ്. അഖദ് എന്നുള്ള വാക്ക് വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഔഫു ബിൽ ഉഖൂദ്, ഔഫു ബിൽ അഹദ്, രണ്ടും പറയുന്നുണ്ട് ഖുർആൻ. കരാർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. അഖദും അഹദും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊന്ന് അഹദ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ചിലപ്പോൾ വാചാലുള്ള, വാക്യത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ വാക്ക് മുഖേനയുള്ള ഒരു കരാറായിരിക്കാം. അഖദ് കൃത്യമായിട്ട് വ്യവസ്ഥകൾ നിശ്ചയിച്ച് എഴുതപ്പെട്ട കരാറായിരിക്കാം. രണ്ട് ചെറിയൊരു വ്യത്യാസം അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ശരി, എന്ത് തരത്തിൽപ്പെട്ട കരാറുകളാണെങ്കിലും വിശ്വാസികളത് കൃത്യമായിട്ട് പാലിക്കുന്നവരാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കെന്താണെന്നറിയോ? ഇൻഷാ അല്ലാഹ്. എപ്പോഴത് പറയൽ? ഞാൻ വരാം, ഞാൻ എത്തിക്കോളാം, ഇൻഷാ അല്ലാഹ്. അത് എത്തിക്കോളാം എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയണം. അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നാളെ നടക്കുന്ന അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. പക്ഷേ ആ പറയുമ്പോൾ ബോധം ഉണ്ടാവണം, ഇത് ചെയ്യാനുള്ളതാണ്, ഇത് ചെയ്യാനുള്ളതാണ്, പ്രതിജ്ഞ പാലിക്കാനുള്ളതാണെന്നുള്ള ബോധം ഉണ്ടാവണം. പ്രതിജ്ഞകൾ പാലിക്കുന്ന, കരാറുകൾ പാലിക്കുന്ന, അമാനത്തുകൾ പാലിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വാസികൾ. വല്ലാത്തൊരു പ്രാധാന്യം ഖുർആൻ കൊടുക്കുന്നുണ്ട്, പ്രവാചകന് കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. മുനാഫിക്കുകളുടെ ലക്ഷണം 3 ആയത്തുൽ മുനാഫിഖി സലാസ്. കപടവിശ്വാസിയെ തിരിച്ചറിയാൻ നിങ്ങൾ 3 കാര്യം ഉണ്ടോ നോക്കിയാൽ മതി. എന്താ? 1, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളത്തരം പറയും. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ കളവേ പറയുള്ളൂ. അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഓൻ പറഞ്ഞാൽ പിന്നെ നമ്മളത് നോക്കൂല, അത് അവനല്ലേ പറഞ്ഞു, ആരാ പറഞ്ഞു നോക്കില്ല, വിട്ടേക്ക്. ഇദാ ഹദ്ദസ കദബ. രണ്ടാമത്തത് വ ഇദ തുമിന ഖാന. എടാ, വിശ്വസിച്ചേൽപ്പിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വസ്തുവാകാം, ഒരു ചെറിയ എന്തെങ്കിലും ഒരു രഹസ്യമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്വം എന്താണെങ്കിലും ശരി, വിശ്വസിച്ചേൽപ്പിച്ചാൽ ഖാന, വഞ്ചിച്ചിരിക്കും. വ ഇദ തുമിന ഖാന വ ഇദ വഅദ അഖ്ലഫ. മൂന്നാമത് പറഞ്ഞത് വഅദ് ചെയ്താൽ, കരാറ് വാഗ്ദാനം ചെയ്താൽ അയാൾ ലംഘിച്ചിരിക്കും, പറഞ്ഞ വാക്ക് പാലിക്കൂല. ഞാൻ നാളെ നിങ്ങൾക്ക് തരാം, ഒരു 1000 റുപ്യ ഉണ്ടാ, വാങ്ങുന്ന സമയത്ത് തന്നെ കൊടുക്കണം എന്നുള്ള യാതൊരു ബോധവും ഇല്ലാതായിരിക്കും വാങ്ങുന്നത്. അള്ളാഹ് കാക്കട്ടെ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ പറയാം 3. ഇദാ ഹദ്ദസ കദബ വ ഇദ തുമിന ഖാന വ ഇദ വഅദ അഖ്ലഫ. സംസാരിച്ചാൽ കള്ളത്തരം പറയുക, വിശ്വസിച്ചാൽ ലംഘിക്കുക, അത് വഞ്ചിക്കുക. വാക്ക് പറഞ്ഞാൽ, ഒരു കരാർ ചെയ്താൽ അത് ലംഘിക്കുക. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾ കപടവിശ്വാസിയാണെന്ന് വേറെ ഹദീസിൽ കാണാം. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വിഷയത്തിൽ
അള്ളാഹു വളരെ കർശനമായിട്ട് പറയുന്നു ഔഫു ബിൽ ഉഖൂദ്, കരാറ് പാലിക്കാൻ. നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ഇത് മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ വിചാരിക്കും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാറില്ലേ, രാഷ്ട്രങ്ങൾ തമ്മിൽ കരാർ വളരെ പ്രധാനമാണ്. ഐക്യരാഷ്ട്രസഭ നൽകിയ കുറേ കരാറുകൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ കരാർ ലംഘിച്ച ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇസ്രായേൽ. ഇത്ര കരാറാണ് ലംഘിക്കുക തരുമോ? UN പ്രമേയങ്ങൾ പാസ്സാക്കിയ കുറേ എല്ലാം ലംഘിച്ച് മുന്നേറുകയാണ്. കരാറ് ലംഘിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? സ്വൈരം ഉണ്ടാവില്ല നാട്ടിൽ. ഒന്ന് ആലോചിച്ച്, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കുക നാട്ടിൽ? നമ്മുടെ ജീവിതത്തിലെ വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റൂല, സ്വന്തം കുടുംബത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? പക്ഷേ ഇവിടെ പറയാണ് സത്യവിശ്വാസികൾ അങ്ങനെ ഉണ്ടാവൂല. സത്യവിശ്വാസികൾ ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഉൻ, അവർ തങ്ങളുടെ അമാനത്തുകൾ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ കരാറുകൾ എല്ലാം കൃത്യമായി പാലിക്കുന്നവരാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഒരു ഗുണം കൂടി പറഞ്ഞിട്ട് അതവിടെ ക്ലോസ് ചെയ്യും. ഏതാ അത്? വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. ഇവിടെ വാക്ക് നേരത്തെ നമ്മൾ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താ വ്യത്യാസം? അവിടെ ഫീ സ്വലാത്തിഹിം ഏകവചന പറഞ്ഞത് അല്ലേ, ഒന്ന്. അത് ഫീ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിൽ എന്നാണ്. ഇവിടെ ബഹുവചനമാണ്, സ്വലവാത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന്. രണ്ട്, അലാ സ്വലവാത്തിഹിം എന്നാണ്. തങ്ങളുടെ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ യുഹാഫിലൂൻ, ഹാഫല, യുഹാഫിലു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പുലർത്തുക, അതിൻ്റെ ചിട്ടയും അതിൻ്റെ എല്ലാ ക്രമവും കൃത്യമായിട്ട് പാലിക്കുക. യുഹാഫിലൂൻ, മുഹാഫല. ആദ്യത്തേൽ പറഞ്ഞെന്താ? നമസ്കാരത്തിൽ അവർ എപ്പം നമസ്കരിക്കണം, നമസ്കാരം എന്നുള്ള പണിയിൽ, ആ ഒരു കർത്തവ്യത്തിൽ, ആ ഒരു കർമ്മത്തിൽ അവർ ഖുശൂ ഉള്ളവരാണ്. ആ ഒരു ഇനമായിട്ട്, ഒരു ഐറ്റമായിട്ടാണ് അവിടെ സ്വലാത്ത് പറഞ്ഞത്. ഇവിടെ ഇവർ ചെയ്യുന്ന ഓരോ നമസ്കാരങ്ങളും അതാണ് സ്വലവാത്ത്. ഓരോരോ നമസ്കാരങ്ങളിലും അവർ ശ്രദ്ധാലുക്കളാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, നമസ്കരിക്കുന്ന ആളുകളാണ്. നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, നമസ്കാരം കൃത്യതയോടുകൂടെ കൃത്യസമയത്ത് നിശ്ചയിക്കുക, നിർവഹിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ നമസ്കാരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നോക്കുക. ഒരു സ്ഥലത്തേക്ക് പോകുമായിരിക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമായിക്കോട്ടെ, പക്ഷേ നമസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക. എപ്പോൾ പുറപ്പെടണം, എത്ര മണിക്ക് അവിടെ എത്തും, എങ്ങനെ നമസ്കരിക്കണം. നമസ്കാരം ഒഴിവാക്കുന്ന പണിയല്ല. ഇനി യാത്രക്കാരനുള്ള ഇളവുണ്ടല്ലോ, ജംഅ് ആക്കുക, രണ്ടെണ്ണം ഒരുമിച്ച് നമസ്കരിക്കുക, ഖസ്ർ, ഇതൊക്കെ യാത്രക്കാരൻ നമസ്കാരത്തിലുള്ളവ, അതൊക്കെ അല്ലാഹു മുഹാഫലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതും ഇവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. ഇതൊന്നുമില്ലാതെ ഇന്നിപ്പോൾ ഒന്നിനും പറ്റിയില്ല, ഫുള്ള് ഓട്ടത്തിൽ. ഇനി ഞാൻ തീരെ നിസ്കരിക്കാം, ആ പണി സത്യവിശ്വാസി പറയൂല. രണ്ട് സ്ഥലത്ത് ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാമത്തെ സ്വഭാവമായിട്ട് പറഞ്ഞതും അവസാനത്തെ സ്വഭാവമായിട്ട് പറഞ്ഞത് നമസ്കാരമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മിക്കുക. അത് ശരിയായിട്ടില്ല, ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലുള്ള ആളുകളുണ്ടല്ലോ മുഴുവൻ വളരെ കണിശമായിട്ട്, ഏറ്റവും കൂടുതൽ കണിശത പാലിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ വിശ്വാസിയുടെ ഒരു കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അത് ഓരോ വക്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ ചില ആളുകളുടെ സുബഹി നമസ്കാരം എപ്പോഴാണെന്ന് ചോദിച്ചാൽ എഴുന്നേൽക്കുമ്പോൾ എന്നുള്ളതാണ്. അല്ല, അള്ളാഹുവിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളിക്ക് അനുസരിച്ചുകൊണ്ട്, ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുക. അപ്പോഴാണല്ലോ നമസ്കാരം ശരിയാവുക. ളുഹർ ഓരോന്നിനും സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വഖ്ത് നിശ്ചയിക്കപ്പെട്ട കൃത്യമായി സമയനിർണിതമായതാണ് നമസ്കാരം. അതുകൊണ്ട് ചില കടക്കാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, അവരേതായാലും ഇനിയിപ്പോൾ അസറിന് പോണ്ടേ, അപ്പോൾ എന്നാൽ ളുഹ്റു ആ സമയത്താണ് പോയി നിസ്കരിക്കുക, ഒറ്റ ഇറക്കിറങ്ങിയാൽ മതിയല്ലോ. ആ സമയത്ത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. മഗ്രിബിൻ്റെ ഏറ്റവും അവസാനത്തെ, മഗ്രിബിൻ്റെ സമയം തുടങ്ങിയാണ്, മഗ്രിബിൻ്റെ ഒറ്റ സമയമുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വലിയ ഓർമ്മ ഉണ്ടാവും ചില ആളുകൾക്ക്. അതുകൊണ്ട് അസർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏതായാലും പോകണമല്ലോ മഗ്രിബിന്,
അപ്പോൾ അന്നേരത്തേക്കാണ്ട് നീട്ടി വെക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ ആവരുത്, സത്യവിശ്വാസി ആവരുത് എന്നാണ് പറയുന്നത്. സത്യവിശ്വാസികൾ അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യത, കണിശത പാലിക്കുന്നവരാണ്. അതിന് ചിട്ട കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഇവരെ സംബന്ധിച്ച് പറയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉലൈക, ഈ വിഭാഗം, ഇക്കൂട്ടർ, ഹും അവരാണ്, അൽ വാരിസൂൻ അനന്തരമെടുക്കുന്ന ആളുകൾ. വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിക്ക് പറയും. ഉലൈക ഹുമുൽ വാരിസൂൻ, ഇക്കൂട്ടർ തന്നെയാണ് അനന്തരമെടുക്കുന്നവർ, അവകാശികൾ. എന്തിൻ്റെ അവകാശികളാ? അല്ലദീന യരിസൂൻ, അവർ അവകാശമെടുക്കുന്നത് എന്താണെന്നറിയോ? അൽ ഫിർദൗസ്, പറുദീസയാണ്, പാരഡൈസ്. ഈ ഒരു ഭാഷ, ഈ ഒരു വാക്ക് വ്യത്യസ്ത ഭാഷകളിൽ സമാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പർദീഷ് എന്ന് സംസ്കൃതത്തിൽ കാണാൻ കഴിയും, ലാറ്റിനിൽ പാരഡൈസ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഫിർദൗസ് എന്ന് മലയാളത്തിൽ നമ്മൾ പറുദീസ എന്ന് പറയാറുണ്ട് പലപ്പോഴും. ആ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരാണ്, പുറത്ത് കടക്കേണ്ടി വരില്ല. അല്ലദീന യരിസൂനൽ ഫിർദൗസ, വാക്ക് ഈ ഗുണങ്ങൾ അവസാനിപ്പിക്കുക. 11-ാമത്തെ ആയത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മക്കയിലുള്ള പ്രമാണിമാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസം വരിച്ചവരെല്ലാം വിജയികളായിരിക്കുന്നു. എന്നിട്ട് അവരുടെ ഗുണങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ അവസാനം പറഞ്ഞതറിയോ? വിജയം വരിച്ചു എന്ന് പറഞ്ഞ ശേഷം ലാസ്റ്റ് പറയാണ് അവർ ഫിർദൗസിൻ്റെ ആളുകളാണ്, അവർക്കുള്ളതാണ് ഫിർദൗസ്, അത് അവരുടെ അനന്തരാവകാശമായിട്ട് അവർക്ക് ലഭ്യമാവാൻ പോകുന്ന കാര്യമാണ്, അവർ അതിൽ ശാശ്വതരാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ ഈ ഗുണഗണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വംശം വിജയിക്കും എന്നല്ല, ഏതെങ്കിലും ഒരു തറവാട്ടുകാർ വിജയിക്കുന്നൊന്നുമല്ല, അങ്ങനൊന്നുമല്ല പറഞ്ഞത്. വിശ്വാസം സ്വീകരിച്ച എന്ന് പറഞ്ഞാൽ ഖുർആനിൽ, പ്രവാചകനിൽ ഒക്കെ വിശ്വാസം ഉൾക്കൊണ്ട, അതിനെ തുടർന്ന് സൽ സ്വഭാവങ്ങൾ അനുവർത്തിച്ച മുഴുവൻ ആൾക്കാരും, അയാൾ ഏത് ജാതിയാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, ഇത് അംഗീകരിച്ചാൽ, മനസ്സിലായില്ലേ, ഇത് അംഗീകരിക്കുമ്പോൾ എന്താവും? മുഅ്മിനാവും. ഏതോ ആവട്ടെ, അയാളുടെ വർണ്ണം പ്രശ്നമല്ല, അയാളുടെ ജാതി പ്രശ്നമല്ല, അയാൾ ഏത് സമ്പന്നനാണോ ദരിദ്രനാണോ ഒന്നും പ്രശ്നമല്ല. അയാൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും മേൽപ്പറഞ്ഞ ഗുണസവിശേഷതകൾ ഉൾക്കൊള്ളുകയും ചെയ്താൽ അയാൾ വിജയം വരിച്ചു. 2, വിജയം എന്ന് പറയുന്നത് വെറും ഭൗതിക ലോകത്തുള്ള വിജയമല്ല, ഈ ദുനിയാവിലുള്ള വിജയമല്ല, ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയമാണ്. ഈ ലോകത്തും പരലോകത്തുമുള്ള വിജയമാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്. 3, വിജയം എന്നത് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം വിജയിക്കൂല. മുഅ്മിനാന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. വിശ്വാസത്തെ തുടർന്ന് സ്വഭാവ ഗുണങ്ങൾ കൂടെ മാറേണ്ടതുണ്ട്. സ്വഭാവ ഗുണങ്ങൾ മാത്രം ഉള്ളതുകൊണ്ടും ഒരാൾ സ്വർഗത്തിൽ പോകില്ല. കണ്ടാ, പലപ്പോഴും പല ആളുകൾ മറ്റേ ആൾ സ്വർഗത്തിലല്ലേ, ഇന്ന ആൾ സ്വർഗത്തിലേക്കെന്ന് വെച്ചാൽ അല്ലാഹ് പറയുന്നുണ്ട് ആരാ സ്വർഗത്തിൽ വെച്ചാൽ മുഅ്മിനായ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിശ്വാസം സ്വീകരിക്കുന്നു. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ഉറുദുക്കാരനോ, അയാൾ ഹിന്ദിക്കാരനോ, അയാൾ വേറെ ഏതെങ്കിലും രാജ്യക്കാരനോ ആരോ ആവട്ടെ, അയാളുടെ ഭാഷയൊന്നും പ്രശ്നമല്ല, അയാളുടെ വേഷമൊന്നും പ്രശ്നമല്ല, അയാളുടെ നിറങ്ങളൊന്നും പ്രശ്നമല്ല, അയാൾ ഏതോ ജാതിക്കാരനാവട്ടെ, പക്ഷേ അയാൾക്ക് അള്ളാഹുവിലും ഖുർആനിലും പ്രവാചകനിലും ഒക്കെ ഈമാൻ ഉണ്ടാവുക, തുടർന്ന് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ആൾ വിജയിച്ചു എന്നാണ്. അല്ലാതെ ഈമാൻ മാത്രമുള്ളതുകൊണ്ട് രക്ഷപ്പെടില്ല, സ്വഭാവ ഗുണങ്ങൾ മാത്രമുള്ളതുകൊണ്ട് രക്ഷപ്പെടും. രണ്ടും വേണമെന്നാണ് മൂന്നാമതുള്ള പോയിൻ്റ്. 4-മത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ പറയുന്ന ആയത്തുകളെല്ലാം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. അള്ളാഹു അദ്ദേഹത്തെ റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സത്യമാണ് എന്നതിൻ്റെ പുലർച്ചയാണ് ഈ പറഞ്ഞ ആയത്തുകൾ. എന്താ കാര്യം എന്നറിയോ?
ആ പ്രവാചകനിൽ വിശ്വസിച്ച ആൾക്കാരെ നോക്കൂ നിങ്ങൾ. ഒരു തെളിവാ. എന്താ അവർ? വല്ലാത്ത മാറ്റമുണ്ട് അവരുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ. അവരുടെ നമസ്കാരം നോക്കുകൾ ചിട്ടയായില്ലേ? യാതൊരു ഭൗതിക നേട്ടം വിചാരിച്ചിട്ടല്ല അങ്ങനെ അവർ ചെയ്യുന്നത്. വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന നിരർത്ഥകമായ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ആളുകൾ മാറി നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംസ്കരണ പ്രവർത്തനം നിരന്തരമായി മുഴുകിയിരിക്കുകയാണ്. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. തങ്ങൾ ആളുകളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൃത്യമായി പാലിക്കുന്നവരാണ് ഈ വിശ്വാസികൾ. ഒരിക്കലും വിശ്വാസവഞ്ചന ഉണ്ടാവില്ല. അവർ വാങ്ങിയ പണം കൃത്യമായിട്ട് അവധിക്ക് തിരിച്ചു തന്നിരിക്കും. ഇല്ലെങ്കിൽ കാര്യങ്ങൾ പറയും. ചില ആളുകൾ വാങ്ങിയാൽ കാണൂല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ മുഅ്മിൻ ആരാന്ന് തിരിച്ചറിയാൻ ഒറ്റ മാർഗം തരും: പൈസ കടം കൊടുത്താൽ മതി. പൈസ കടം കൊടുത്തു നോക്കിയാൽ മതി. ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുമോ എന്ന് ആലോചിച്ചാൽ മതി. ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ. അതുപോലെ തന്നെ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ ചിട്ട കാണിക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ആളുകളെ നോക്കൂ നിങ്ങൾ. ഇവർ ഈ പ്രവാചകൻ അദ്ദേഹം കൊണ്ടുവന്ന ഈ ആദർശത്തിൻ്റെ ആളുകളാണ്. ഈ ആദർശം സത്യമാണ് എന്നതിൻ്റെ തെളിവായിട്ട് ഇത് മതി. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ ഒന്നുകൂടെ പറയുകയാണ്. സൂറത്തുൽ ഹജ്ജിലും ആദ്യ ഭാഗത്ത് അത് പറയുകയുണ്ടായി. ഇവിടെ പറയുന്നു: വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നമ്മുടെയൊക്കെ ആദ്യത്തെ അവസ്ഥ പറയാം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പറയുമ്പോൾ വേറെ ഏതോ എന്ന് വിചാരിക്കേണ്ട. ഞാനും നിങ്ങളുമൊക്കെ എന്തായിരുന്നു അല്ലാഹു പറയുകയാണ്. നോക്ക്: വലഖദ് ഖലഖ്നൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ. സൂറത്തുൽ ഹജ്ജിൽ സമാനമായ ആയത്ത് വന്നിട്ടുണ്ട്, 5-ാമത്തെ ആയത്തായിട്ട്. ഇവിടെ പറയുന്നത് നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. സുലാലത്ത് എന്ന് പറഞ്ഞാൽ കാമ്പിന് അല്ലെങ്കിൽ അതിൻ്റെ സത്തൊക്കെയാണ് പറയുക. അതിൻ്റെ ഏറ്റവും എസൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം മതി, എല്ലാത്തിനെയും അത് ബാധിക്കും. അങ്ങനെ ഒരു സംഗതി. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ളത്. അതുണ്ടാവുമ്പോഴാണ് ആ ഒരു സാധനമായിട്ട് മാറുക. അതിനാണ് സുലാലത്ത് എന്ന് പറയുക. വലഖദ് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സുലാലത്തിൻ മിൻ തീൻ. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ്. കളിമണ്ണിൽ നിന്നുള്ള സത്തയിൽ നിന്ന്, അതിൻ്റെ കാമ്പിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നേരത്തെ സൂറത്തുൽ ഹജ്ജിൽ മിൻ തുറാബ് എന്നാണ് പറഞ്ഞത്. തുറാബ് മണ്ണാണ്, തീൻ കളിമണ്ണ്. മണ്ണിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ. മണ്ണിൽ ചേർന്നിട്ടുള്ള ഘടകങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയും, നേർക്ക് നേരെ. ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മിൻ തീനിൽ ലാസിബ് എന്നും ഹമഇം മസ്നൂൻ എന്നൊക്കെ ഖുർആൻ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ പദങ്ങൾ മണ്ണിനെ കുറിക്കാൻ വേണ്ടിയിട്ട്. കളിമണ്ണിൽ നിന്ന്, മുട്ടിയാൽ മുഴങ്ങുന്നെന്നും, അതുപോലെ തന്നെ ഒരു വലിയ കറുത്ത കളറുള്ള നിറമുള്ള എന്നൊക്കെ അർത്ഥം പറയുന്ന വ്യത്യസ്തമായ രൂപത്തിൽ അതിനെപ്പറ്റി പറയുന്നത്. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഒന്ന്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മണ്ണിൻ്റെ സത്തിൽ നിന്ന് എന്നാണ്. സത്ത് മിൻ സുലാലത്തിൻ മിൻ തീൻ. പിന്നെ പറയുന്നത് സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. സൂറത്തു സജദയിൽ നമുക്ക് കാണാം ബദഅൽ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, അല്ലേ? സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മണ്ണിൽ നിന്നാണ്. പിന്നീട് അവൻ്റെ വംശപരമ്പര ഒരു നിസ്സാരമായ വെള്ളത്തിലൂടെ നാം നിലനിർത്തി. മിമ്മ ഇമ്മഹി എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ആദ്യം മണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞു. സുമ്മ വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. 2, സുമ്മ ജഅൽനാഹു, പിന്നീട് നാം അവനെ ആക്കി, നമ്മളെ ആക്കിയതാണ് നുത്ഫ.
നുത്തുഫ എന്ന് പറഞ്ഞാൽ രേതസ്കണം, ഇന്ദ്രിയത്തുള്ളി എന്നൊക്കെ പറയാം. ഇന്ദ്രിയത്തുള്ളിയാക്കി. ഫി ഖറാറിൻ മക്കീൻ. എവിടെയാ? ഖറാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, ഒരു സ്ഥലം. എങ്ങനെയുള്ള സ്ഥലം? മക്കീൻ, ഭദ്രമായ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവിടെ ആക്കി. ഞാനും നിങ്ങളുമാണേ, നമ്മളെപ്പറ്റി പറയണു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ, ആദ്യത്തെ സ്റ്റേജ്. ഇപ്പോൾ നമുക്ക് പേരുണ്ട്, അഡ്രസ്സുണ്ട്, പദവിയുണ്ട്, നമ്മൾ ആരാന്ന് വെച്ചാൽ പറയാൻ ആൾക്കാരുണ്ട്, ഭയങ്കര കഴിവുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ആദ്യത്തെ അവസ്ഥ പറയാണ് നുത്ഫതൻ ഫി ഖറാറിൻ മക്കീൻ. നാം ആക്കി എന്ന് അള്ളാഹു പറയുന്നത്. നാം എന്ന് കാണാം. അള്ളാഹു സൃഷ്ടിച്ചു, സൃഷ്ടാവ് ഇല്ലാതെ ഉണ്ടായതാന്ന് ആരും വിചാരിക്കേണ്ട. ജഅൽനാഹു, പിന്നീട് നാം അവനെ ആക്കി, നുത്ഫതൻ, ഒരു ഇന്ദ്രിയത്തുള്ളി, ഫി ഖറാറിൻ മക്കീൻ, അത് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അവിടെ നിക്ഷേപിച്ചു. എന്നിട്ടോ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖ, വ്യത്യസ്തമായ സ്റ്റേജസ് പിന്നിട്ടിട്ടാണ് ഒരു കുട്ടിയായിട്ട്, കുഞ്ഞായിട്ട്, മനുഷ്യനായിട്ട് ഇങ്ങോട്ട് പുറക്കുന്നത്, ഭൂമിയുടെ പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നത്. അതുവരെയുള്ള ആദ്യ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ ആ പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ശുക്ലത്തിൽ ലക്ഷക്കണക്കിന് പുൻബീജങ്ങളാണുള്ളത്. അതിലൊന്ന് അണ്ടവുമായിട്ട് സംയോജിച്ചുണ്ടായിത്തീരുക ഈ മനുഷ്യൻ. ആലോചിച്ച് നോക്ക്, നമ്മളെ പറ്റി പറയണം അല്ലാഹു. എന്നിട്ട് പറയാണ് ഇങ്ങനെ ഉണ്ടായ അതിനെ സുമ്മ ഖലഖ്നൻ നുത്ഫ, ആ നുത്ഫയെ, ആ ഇന്ദ്രിയത്തുള്ളിയെ, അതിനെ നാം അലക്കത്താക്കി മാറ്റിയ. അലക്കത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ സൂറത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. അലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക എന്നർത്ഥമുണ്ട്. അലക്കത്ത്. ലീച്ച്, അട്ട എന്നുള്ള അർത്ഥമുണ്ട്. അട്ടയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ അവിടെ ചേർന്ന് പിടിക്കും. നമ്മൾ അട്ടനെ കടിച്ചാൽ അവിടെ പിടിച്ച് ഒഴിവാക്കാൻ ഭയങ്കര പാടാണ്, പറ്റി പിടിച്ച് നിൽക്കുക ചെയ്യുക. ഇവിടെ ഗർഭാശയത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന അട്ടയെ പോലുള്ള, അലക്കത്ത്, ലീച്ചിനെ പോലുള്ള ഒരു വസ്തുവാക്കി, ഒരു രക്തപിണ്ഡമാക്കി എന്നും പറയാം അലക്കത്ത് എന്ന് പറഞ്ഞാൽ. അതൊക്കെ വളരെ സൂക്ഷ്മമായ ഭൂതക്കണ്ണാടി കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥകളാട്ടോ. അപ്പം നമ്മൾ വലിയ മനുഷ്യന്മാരല്ലേ, നമ്മൾ വേറെ പലതും കാണുന്നില്ല. പക്ഷെ നമ്മളെ കാണാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നുത്ഫത്താക്കി, പിന്നെ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത, പിന്നെ നാം ആ അലക്കത്തിനെ സൃഷ്ടിച്ചു. ഖലഖ്നൽ അലഖത മുളുഗ. മുളുഗത്ത് കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുളുഗ എന്ന് പറഞ്ഞാൽ ചവച്ചരക്കുന്നതിനാണ് മലഗ എന്ന് പറയാം. മാംസകഷ്ണമാണ്. അതിൽ പറഞ്ഞു നമ്മൾ ചവക്കുക എന്ന് പറഞ്ഞാൽ ചൂയിങ്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളത് വായിലിട്ടിങ്ങനെ പല്ലുകൊണ്ടിങ്ങനെ കടിച്ചാൽ ആ പല്ലിൻ്റെ എല്ലാ അടയാളങ്ങളും ആ ചൂയിങ്കത്തിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ കടിച്ച് ഇറക്കപ്പെട്ടതുപോലെ ചവക്കപ്പെട്ട ഒരു ചൂയിങ്കം പോലുള്ള ഒരു സ്റ്റേജ് നമുക്കുണ്ടായിരുന്നു. അസ്ഥികളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റൂ. എംബ്രിയോളജിയുടെ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചിത്രങ്ങൾ, ഇമേജസ് പരിശോധിച്ച് നമുക്ക് കാണാം ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ട്. മുളുഗ എന്ന് പറയുന്നത് ഖുർആൻ ഉപയോഗിച്ച പദം അതാണ്. അപ്പോൾ നുത്ഫ അലക്കയായി, അലക്ക മുളുഗയായി. എന്നിട്ടോ ആ മുളുഗ ഫഖലഖ്നൽ അലഖത മുളുഗതൻ ഫഖലഖ്നൽ മുളുഗത ഇളാമ, ആ മുളുഗത്താണ് പിന്നെ ഇളാമായിട്ട് മാറുകയാണ്. അസ്ഥികൾ എല്ലുകളായി മാറി. ഫകസൗനൽ ഇളാമ, എന്നിട്ടോ ആ ഇളാമിനെ, എല്ലുകളെ നാം പൊതിഞ്ഞു. കസ യക്സു, പൊതിയുക. കിസ്വ എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലേ, പൊതിയ, അതിൻ്റെ പൊതിയാണ്. കഅബയുടെ കിസ്വയെ സംബന്ധിച്ച് പറയാറുണ്ട്. കസൗനൽ ഇളാമ, ആ എല്ലുകളെ പൊതിഞ്ഞു. ലഹ്മ, മാംസം കൊണ്ട്, ലഹ്മ. സുമ്മ, പിന്നെ അൻശനാഹു, നാം അവനെ ഉണ്ടാക്കി. ഖൽഖൻ ആഖർ, മറ്റൊരു സൃഷ്ടിയായിട്ട്. ആദ്യം പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അവസ്ഥകളുണ്ടല്ലോ, മിക്കവാറും മൃഗങ്ങളുടെ ഭ്രൂണവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതാ പ്രസവിച്ച് പുറത്തു വന്ന് നോക്കിയപ്പോൾ മനുഷ്യൻ്റെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് മൃഗത്തിൽ നിന്നും. മനുഷ്യ കുഞ്ഞായിട്ട് ഞാനും നിങ്ങളൊക്കെ ആയിട്ട് അതാ ഭൂമിയിലേക്ക് വന്നു. അൻശനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അറിയാതെ പറഞ്ഞു പോവാ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫതബാറക, അപ്പോൾ എത്ര മഹാനാണ്, എത്ര അനുഗ്രഹപൂർണനാണ്. തബാറക എന്നുള്ള വാക്കിൻ്റെ ആശയം കൃത്യമായിട്ട് മലയാളത്തിൽ ഒരു പദം ഉപയോഗിച്ച് പറയാൻ കഴിയില്ല. എത്ര അനുഗ്രഹവീതനാണ്.
എത്ര പ്രശംസനീയനാണ്, എത്രമാത്രം കഴിവുകളുടെ ഉടയവനാണ് എന്നൊക്കെ പറയാം. പ്രശംസയുടെ ഉടയവൻ, അനുഗ്രഹത്തിൻ്റെ ഉടമ എന്നൊക്കെ. തബാറക ഫതബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ. ആർക്കങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുക? അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ, നിർമ്മാതാക്കളിൽ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും അനുഗ്രഹീതപൂർണ്ണനത്രേ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമ്മളുണ്ടല്ലോ സാധാരണ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയാൽ നമ്മൾ ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ പൊലിപ്പിച്ച് കാട്ടും. അതിനെ കണ്ടില്ലേ മനുഷ്യൻ കണ്ടെത്തിയത്, മനുഷ്യൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തോട് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ട കുറേ വാർത്തകൾ നിറഞ്ഞു നിന്നില്ലേ? ഒരു ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല അതിൽ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. വലിയ കോടികൾ മുടക്കിയിട്ട് അതിൽ കയറി കുറച്ച് ദിവസം യാത്ര ചെയ്തു. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ചർച്ചയായി. അതങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര സംഭവമാണ്. നമുക്ക് ഇത്രയൊക്കെ ദൂരത്ത് എത്രയാണ് ഇത് ഇങ്ങനെ ഇത്ര വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കല് ചുറ്റിയല്ലേ? ധാര ഉണ്ടാക്കി മനുഷ്യനാ. ഏത് മനുഷ്യൻ? ഈ പറഞ്ഞ മനുഷ്യൻ. ആരായിരുന്നു അവന്? ഇന്ദ്രിയത്തുള്ളി അല്ലേ, അതിൽ രക്തകഷ്ണം അല്ലെങ്കിൽ ഒരു ഇറച്ചി കഷ്ണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നില്ലേ, അവനുണ്ടാക്കി. ഈ പറഞ്ഞ ചെറിയൊരു കണ്ടുപിടുത്തം കാണും, ഭയങ്കര ഗംഭീരല്ലേ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയൂ. മനുഷ്യനെ പറ്റി പറയാൻ മറന്നു പോവുക. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി എന്തെല്ലാം കണ്ടുപിടിക്കാനുണ്ട്? അതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവ് പടച്ചറബ് ഈ പറഞ്ഞ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കുന്ന അള്ളാഹു അനുഗ്രഹീതപൂർണ്ണനത്രേ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് അടുത്തൊരു ഓർമ്മപ്പെടുത്തല. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ആരൊക്കെയാ ജനിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ആർക്കും പറയാൻ പറ്റുമോ? ആരാ ജനിക്കുക? ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളുണ്ടാവുമോ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഉണ്ടായവൻ ജനിച്ചവൻ മരിക്കുക തന്നെ ചെയ്യും. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നിശ്ചയമായും പിന്നീട് ഇതിന് ശേഷം ഒരു യാഥാർത്ഥ്യം പറയാം അല്ലാഹു. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ബഅദ ദാലിക് ഇതിന് ശേഷം ലമയ്യിതൂൻ മൃതശരീരങ്ങൾ ആയി മാറുക തന്നെ ചെയ്യും. മയ്യിത്ത്, മയ്യിത്ത് നമ്മൾ അറിയുന്ന വാക്കല്ലേ, ഡെഡ് ബോഡി, മൃതശരീരം. മരിച്ചവരായിത്തീരും നിങ്ങൾ. ലമയ്യിതൂൻ, നിങ്ങളെല്ലാവരും മരിച്ചവരായിത്തീരും. എപ്പോഴാ പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര അഡ്രസ്സും പേരും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മയ്യിത്ത് എന്നാ പേര്. അതാണ് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നീട് നിങ്ങൾ മയ്യിത്തായിട്ട് മാറും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. പിന്നീട് മരിച്ചാൽ തീരൂല. ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മരിക്കും, മരിക്കും എന്നെല്ലാവരും, ഏത് നാസ്തികനും അംഗീകരിക്കുക. പടച്ചവനില്ല എന്ന് പറയുന്നവനും എല്ലാ മനുഷ്യരും മരിക്കും എന്ന് പറയും. തീർന്നു എന്ന് അവർ അല്ലാഹു തുടർന്ന് പറയാം. സുമ്മ ഇന്നക്കും, പിന്നീട് നിങ്ങൾ, നിശ്ചയമായും നിങ്ങൾ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, തുബ്അസൂൻ, തുബ്അസൂൻ, പുനരുജ്ജീവിപ്പിക്കപ്പെടും, വീണ്ടും നിയോഗിക്കപ്പെടും. എങ്ങോട്ട് തന്നെ? തുബ്അസൂൻ, വേറൊരു കോലത്തിലുള്ള ലോക, വേറെ രൂപത്തിലുള്ള ലോകത്തേക്ക് നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും. തുബ്അസൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ആ തുബ്അസൂൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുക മാത്രമല്ല, ആ പുനരുജ്ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വിചാരണ ചെയ്ത് അതിൻ്റെ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കപ്പെടുന്ന സന്ദർഭമാണ് എന്ന് ഓർമ്മിപ്പിച്ചതാ. വളരെ ശക്തമായ താക്കീതാ. വേറെ എങ്ങോട്ടും പോയില്ല കേട്ടോ. ഖുർആൻ ഇപ്പോൾ ആകെ പിടിച്ചപ്പോൾ നമ്മളുണ്ടല്ലോ ചില ആളുകളൊക്കെ, നിങ്ങൾ പറഞ്ഞു നോക്ക്, ചില ആളുകൾ പറഞ്ഞാലേ അത് തിരിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാമെന്ന് വിചാരിക്കുക. സ്വർഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പരിഹാസത്തോട് ചോദിക്കും, അല്ല മാഷെ ഏതായി പരലോകം, അല്ല മാഷെ ഏതായി സ്വർഗോ, ആക്കെ ഇവിടെ തന്നെ അല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കും. അത്രക്കും പുച്ഛത്തോടെയാണ് ചോദിക്കുക. ഈ ചോദിക്കുന്നവൻ്റെ അവസ്ഥേനെ പറ്റിയാണ് ഖുർആൻ ഇവിടെ ചോദിച്ചത്. അല്ല മനുഷ്യ, ഈ എന്തായിരുന്നു? ഖുർആൻ ഇത് പല രൂപത്തിൽ ചോദിക്കുന്നത്.
ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ ഒരു ഘട്ടം കഴിഞ്ഞു പോയില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിസ്സാരമായ, വളരെ നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിയുടെ ഘട്ടം. പിന്നീട് നിന്നെ നാം സൃഷ്ടിച്ച് സമീഅൻ ബസീറുമാക്കി. ഒക്കെ കേൾക്കുന്നവനും ഭയങ്കര അറിവാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ച് ഭയങ്കര അറിവ്, ലോകത്തെ സംബന്ധിച്ച് ഗംഭീരമായ അറിവ്. പക്ഷേ സ്വന്തം സൃഷ്ടാവിനെ സംബന്ധിച്ച് അറിവില്ലാതെ പോയാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിവിടെ പറയുന്നത് സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള തെളിവാണ്. എന്താ സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ? ഇവർ എല്ലാത്തിനും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന മനുഷ്യൻ്റെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒന്നുമില്ല. ഭ്രൂണശാസ്ത്രം ഖുർആൻ പറയല്ല ചെയ്യുന്നത്. ഖുർആൻ നമ്മുടെ പിന്നെ ജനനത്തിൻ്റെ വ്യത്യസ്തമായ ആദ്യത്തെ സ്റ്റേജ് ഇങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചതാ. പക്ഷെ ഖുർആൻ പറഞ്ഞ ഈ കാര്യം ഒരിക്കലും ആധുനിക ഭ്രൂണശാസ്ത്രത്തോട് ഏറ്റുമുട്ടുന്ന കാര്യമല്ല. അതിനോട് പരസ്പര വിരുദ്ധമല്ല, രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നതാ. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ഇതിൻ്റെ മുകളിൽ ആളെ പേരെഴുതി വെച്ചിട്ടില്ല, മെയ്ഡ് ബൈ എന്ന് എഴുതിയിട്ടില്ല. നമ്മളുടെ ഒരു സാധനം പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് എഴുതി വെക്കാറുണ്ടല്ലോ. ഇത് മനുഷ്യൻ്റെ മുകളിൽ അത് എഴുതിയിട്ടില്ല. പടച്ച റബ്ബ് ഉണ്ടതിൽ അത് എഴുതിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്നത് എന്താ? ഇല്ല, സൃഷ്ടാവില്ല, ഇത് താനെ ഉണ്ടായതാണ്. എങ്ങനെ പറയാൻ കഴിയും? ആരുടെ യുക്തിക്കാണ് ഇത് ചേരുക? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ 16-ാമത്തെ ആയത്തിൽ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ, തുടർന്ന് അങ്ങോട്ട് പറയുന്നത് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് കൊണ്ടുപോവുക നമ്മുടെ ശ്രദ്ധ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. സത്യവിശ്വാസികളുടെ വിജയനിദാനങ്ങളിൽ അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ 2 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെ സംബന്ധിച്ചും, എന്നിട്ട് മനുഷ്യൻ അനുവർത്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും, പിന്നീട് നമ്മൾ മരിക്കുന്നതിനെ സംബന്ധിച്ചും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. പടച്ച റബ്ബ് അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ട് അവൻ്റെ തൃപ്തി നേടുന്ന വിധത്തിൽ അവൻ്റെ ഫിർദൗസ് അതിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. ഇതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, പ്രയോഗിക്കേണ്ട കാര്യമാണ്. വേറെന്തോ ഉട്ടോപ്യൻ ആശയങ്ങൾ പറയല്ല, ഐഡിയാസ് അല്ല, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫിർദൗസൊക്കെ നമുക്ക് കിട്ടുക എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫിർദൗസിൻ്റെ അഹ്ലുകാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, വിശുദ്ധമായ നിൻ്റെ ആയത്തുകൾ അതേറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകളുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അല്ലാഹുവേ, കുടുംബസമേതം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ, അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഫലസ്തീനിൻ്റെ മണ്ണിൽ ഗസയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കടുത്ത യാതനകൾ അനുഭവിക്കുകയാണ്, വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയാണ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ നീ സഹായിക്കണമേ റബ്ബേ. അവരുടെ പോരാട്ടത്തിൽ നീ വിജയിപ്പിക്കണമേ നാഥ. മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ.
അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളെയും കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിലേക്ക് യാത്രയായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ, പടച്ചറബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك بإيمانك وإسلامك يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.